നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. അതായത് ഞാൻ എൻ്റെ വഴിയെ തന്നെ സഞ്ചരിക്കും, അതിനകത്ത് നിങ്ങളാരും ഇടപെടേണ്ട കാര്യമില്ല, എൻ്റെ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ പോഷക സംഘടനകൾ ഇടപെടേണ്ട കാര്യമില്ല, മാധ്യമങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്നൊരു വലിയ സൂചനയാണ് സതീശൻ നൽകി. പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു വ്യക്തി പിന്നീട് മുഖ്യമന്ത്രിയാകുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു മാറ്റമാണ് ഇതെന്ന് നമ്മൾ പൊതുവെ കരുതേണ്ടി വരും. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ എന്തും പറയാം, ഞാൻ അത് ചെയ്യും, ഞങ്ങൾ നാളെ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മല മറിക്കും എന്നൊക്കെ പറയാം. പക്ഷേ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ മന്ത്രിയായി വരുമ്പോഴാണ് അതിൻ്റെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത്. ഇന്ന് എല്ലാ പതിവ് ബുധനാഴ്ച ദിവസം ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ബ്രീഫിംഗ് എല്ലാ ബുധനാഴ്ചയും ഉണ്ടാകാറുണ്ട്. ഇന്നും അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിൽ സതീശൻ്റെ പ്രതികരണം നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തേത് ഈ ഗവൺമെൻറ് പ്ലീഡർമാർ നിയമനം സംബന്ധിച്ചിട്ടുള്ള ഒരു വിമർശനം ഉയർന്നിരിക്കുന്നു. അത് KSU സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇക്കാര്യത്തിൽ. അതെ, അലോഷ്യസ് സേവ്യർ ആണ് ഇത് കൊണ്ടുവന്നത്, ഈ വിമർശനം ഉയർത്തിക്കൊണ്ടുവന്നത്. അതായത് CPM അനുഭാവികൾ അല്ലെങ്കിൽ CPM പ്രവർത്തകരെയും BJP-ക്കാരെയൊക്കെ നിങ്ങൾ ഇവിടുത്തെ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഗവൺമെൻറ് പ്ലീഡർമാരെ തീരുമാനിക്കുന്നത് KSU-ക്കാരാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി KSU യൂണിറ്റ് കമ്മിറ്റിയാണോ സർക്കാർ പ്ലീഡറെ തീരുമാനിക്കുന്നത് എന്നാണ് ചോദ്യം. അവർക്കെന്താ കാര്യം? ഒരു കാര്യവുമില്ല. അലോഷ്യസ് സേവ്യറിൻ്റെ പരാതിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വിവാദത്തിൽപ്പെട്ട 2 പേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിലുള്ളവരാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ലോയേഴ്സ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് ഒന്നും അല്ലാതെ ഇത് എവരെ വേറെ എവിടെ നിന്ന് വന്ന ലിസ്റ്റാണെന്നാണ് ലോയേഴ്സ് കോൺഗ്രസിലെ പല നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. നമ്മൾ ഇതിനകത്ത് വളരെ സംശയത്തോടെയും ദുരൂഹതയും കാണേണ്ട ഒന്നാണ് ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനം. ഇത് തുടക്കം മുതലേ പ്രശ്നമാണ്. ഇതിനകത്ത് പല കഥകളും നമ്മൾ പിന്നാമ്പുറത്ത് കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് പല സാമ്പത്തിക ഇടപാടുകളുടെ കഥയും കേൾക്കുന്നുണ്ട്. ഈ നിയമനങ്ങളിലേക്ക് ചിലർ പുറത്തിറങ്ങി പിരിവ് നടത്തിയതായിട്ടും പിന്നെ അതിൻ്റെ പേരിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതായിട്ടും ഒരു വ്യാപകമായ പരാതി എന്നല്ല, വ്യാപകമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അവരുടെ ആരുടെയും കയ്യിൽ തെളിവില്ല. പക്ഷെ അത് നമുക്കിപ്പോൾ ഈ നിയമനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ഇന്ന് തന്നെ നമുക്കറിയാം വിദ്യാ ബാലകൃഷ്ണൻ MLA, ഈ വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA-ക്ക് ഇന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അവരെ മന്ത്രിയാക്കാം, 3 കോടി രൂപ കൊടുത്താൽ മന്ത്രിയാക്കാം എന്ന് പറഞ്ഞൊരു ഓഫർ അവർക്ക് ചെന്നു. അത് ഹൈക്കമാൻഡിൽ നിന്ന് വിളിക്കുന്നു, അവിടെ ബന്ധമുള്ള ആളാണ് വിളിക്കുന്നത് പറഞ്ഞാണ് വിളിക്കുന്നത്. ഏതൊക്കെ പലതരത്തിലുള്ള തട്ടിപ്പുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ MLA ഫോണിൽ വിളിച്ച് ഞാൻ നിങ്ങളെ മന്ത്രിയാക്കാം, 3 കോടി രൂപ തന്നാൽ മതി എന്ന് പറയുന്ന അത്തരം ഒരു തട്ടിപ്പ്, അതും ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്നത്. തിരുവനന്തപുരത്ത് നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ മുന്നോട്ട് നടന്നു പോവുകയാണെങ്കിൽ അവിടെ മുഴുവൻ വലിയ കാറുകൾ നിരന്ന് നടക്കുന്നുണ്ട്. അവിടെ ഈ വലിയ സൂട്ടും കോട്ടും ഇട്ട ആളുകൾ ഇഷ്ടംപോലെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഈ സകല കച്ചവടക്കാരന്മാർ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവ നമുക്കറിയാം, ആദ്യമേ തന്നെ ഏറ്റവും വലിയ നിയമനമാണ് ഇത്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ അല്ലെ അദ്ദേഹം അറിയാതെയാണോ? വകുപ്പിലാണ് നിയമവകുപ്പ് അദ്ദേഹത്തിൻ്റെയാണ്. നമുക്ക് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലിനെ പിടിച്ച് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയ ടീമുകളാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തിരുത്തിയില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് പിണറായി വിജയൻ സംസാരിക്കുന്ന പോലെയാണ്. കാരണം എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായി കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടിക്ക് വീഴ്ച പറ്റി അല്ലെ സർക്കാരിന് വീഴ്ച പറ്റി എന്നാണ് പറയുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിച്ചത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കും. എന്നാൽ പിന്നീട് പുറകെ വരുന്നതെല്ലാം എന്താണ്? CPM-കാരൻ, CPI-കാരൻ, ഇവരെല്ലാം ഗവൺമെന്റ് പ്ലീഡർമാരാണ്. അതെ, അത് അവരൊട്ട് രാജിവെക്കത്തുമില്ലായിരുന്നു. അവസാനം ഇവിടുന്ന് പറഞ്ഞ് രാജിവെപ്പിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു RSS-കാരൻ പട്ടികയിൽ വന്നു എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഈ വിവിധ ജില്ലകളിൽ കോടതികളിൽ ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കച്ചവടം നടക്കുകയായിരിക്കും ഈ സമയത്ത്. അവിടെയാണ് സംഭവം. നമ്മൾ ഇതൊന്നും മുഴുവൻ CPM-കാരാണ്. ഇവരെ വാദിച്ചാണ് പലർക്കും ജാമ്യം കിട്ടിയത്. ഇതൊന്നും നിഷ്കളങ്കമായി നമ്മൾ കാണേണ്ടതില്ല. ഇതിനകത്തൊക്കെ എന്താണ് ഒരു ദുരൂഹത ഉണ്ട്. ആ ദുരൂഹതയ്ക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഇടപാടുകൾ നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് കോൺഗ്രസ് നേതൃത്വം അതിനകത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലീസുകാരുടെ സ്ഥലം മാറ്റം. ഇതുവരെ ഒരൊറ്റ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിട്ടില്ല. DYSP തൊട്ട് താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാർ പിന്നെ
DYSP SHO നിയമനം നടന്നിട്ടേ ഇല്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? എത്ര 1.5 മാസമായിട്ട് ഉദ്യോഗസ്ഥർ പ്രതിസന്ധിയിലാണ്. അല്ല, മാത്രമല്ല ഇത് പിണറായി പോലീസായി ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും വീണ്ടും പോലീസുകാർ ഇടപെടുന്നതും അത് പിണറായി പോലീസ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സംസാരിച്ച് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് KSUക്കാർ പരാതിപ്പെട്ടു. KSU പരാതിപ്പെട്ടെങ്കിൽ ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം പോലും ഇല്ലാതെ KSUക്കാരാണോ പ്ലീഡറെ തീരുമാനിക്കുന്നത് എന്ന് ഈ മുഖ്യമന്ത്രി നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയുമ്പോൾ ആ മുഖ്യമന്ത്രിക്ക് എന്തോ ഒളിക്കാനുണ്ട് ഇല്ലേ? അതെ, അതാണ് നമ്മളത് നോക്കേണ്ടത്. അതേപോലെ തന്നെയാണ് MR അജിത് കുമാറിൻ്റെ വിഷയം. MR അജിത് കുമാറിൻ്റെ വിഷയം മാധ്യമപ്രവർത്തകർ ചോദിച്ചോന്നെ മാധ്യമങ്ങളോടൊന്നും പറഞ്ഞിട്ടാണോ ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. ഞങ്ങൾ അറിയിച്ചോളാന്ന് പറഞ്ഞു. ഞങ്ങൾ ആ നടപടി താല്പര്യം ഉള്ള രീതിയിൽ ഇങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ പലർക്കും പ്രത്യേക താല്പര്യം ഉണ്ടെന്നോ മറ്റോ? അതെ, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളിൽ ചിലർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മളെയല്ല, മാധ്യമങ്ങളെയല്ല, KC വേണുഗോപാലിനായിരിക്കും. അത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ ഉള്ള ചിലരെയാണ്. ഇത് പിണറായി വിജയന്റെ സെയിം ഡയലോഗാണ്. ഇതൊക്കെ ഓർക്കുന്നോ? അതെ, നിങ്ങളിൽ ചിലർക്കെന്ന് പറയും. നിങ്ങളിൽ ചിലർക്കെന്ന് ആ വാക്ക് കടമെടുത്താണ് ഇവിടെ VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. VD സതീശന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, ഇവരൊക്കെ സംരക്ഷിക്കപ്പെടും. അതായത് ഇദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ പിള്ളേരെ തല്ലിയവനെ ഒന്നും വെറുതെ വിടില്ല എന്നാണ് പറഞ്ഞത്. അതേ അദ്ദേഹമാണ് ഇന്നിപ്പോൾ പറയുന്നത് MR അജിത് കുമാറിനെതിരെ ചില നടപടിക്രമങ്ങളുണ്ട്. എനിക്കും ആഭ്യന്തരമന്ത്രിക്കും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് റിപ്പോർട്ട് വന്നിട്ടില്ല, ഞങ്ങൾ വരാതെ എന്ത് ചെയ്യും, ഞങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും, അതനുസരിച്ച് ഞങ്ങൾ അറിയിക്കാം എന്നുള്ള രീതിയാണ് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റുകളുടെ രാഷ്ട്രീയം, അഡ്ജസ്റ്റ്മെന്റുകളുടെ രാജകുമാരന്മാരായിട്ട് ഇവർ ചക്രവർത്തിമാരായിട്ട് മാറുകയാണ് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഈ പറയുന്ന പിണറായി സർക്കാരിന്റെ തുടർച്ച തന്നെയാണ് ഇവരും. ശരിക്കും തുടർച്ചയാണ്. പിണറായി മാറി എന്നുള്ള ഒരു ഫീലിലേക്ക് കൊണ്ടുവച്ചാൽ മതി. ഞങ്ങളെ നയിക്കുന്ന ആൾ, കൈൻഡ്ലി ലീഡിംഗ് ലൈറ്റ് എന്ന രീതിയിൽ അങ്ങ് കൊണ്ടുപോയിക്കൊള്ളുക. എന്തായാലും ഈ ഇദ്ദേഹത്തെ MR അജിത് കുമാറിനെ രക്ഷപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു അടുത്ത സംസ്ഥാനത്തെ എന്താണ് ലോ ആൻഡ് ഓർഡർ DGP MR അജിത് കുമാർ തന്നെ ആയിരിക്കുമെന്ന് ഏതാണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടതോടെ ഉറപ്പായിരിക്കുകയാണ്. ഈ മാസം തന്നെ പ്രമോഷൻ കിട്ടുന്നു. അത് കഴിഞ്ഞ് എത്രയും വേഗം അടുത്ത ശുഭമുഹൂർത്തത്തിൽ അദ്ദേഹത്തെ സംസ്ഥാനത്തിലെ ക്രമസമാധാന മുഖ്യമന്ത്രിയാക്കും. പിന്നെ ഈ വൈകാരികമായിട്ട് പ്രതികരിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അന്ന് എന്തൊരു വൈകാരിക പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? ഭരണം കിട്ടിയ ശേഷം എന്താണ് പറഞ്ഞത്? ഇപ്പോൾ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ എത്തിയിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞങ്ങളെ കുട്ടികളെ മർദ്ദിച്ചവരെ വെറുതെ വിടില്ല എന്ന നിലപാടാണ് ഇപ്പം മാറ്റി പറഞ്ഞിരിക്കുന്നത്. ADGPക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ചില നടപടിക്രമങ്ങൾ പാലിക്കാനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. SIT അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടും നടപടി വൈകുന്നു എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ പറയാം. നടയും പടിയൊന്നും ആയിട്ടില്ല, അത് മാധ്യമങ്ങളെ തലയ്ക്കായി. അതെ, നിങ്ങൾക്കാണ് ഇതിനകത്ത് എന്താ പറയുന്നത് ഇതുള്ളത്, താല്പര്യമുള്ളത്. ഞങ്ങൾക്കല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യും. MR അജിത് കുമാറിന്റെ കേസിൽ പല കാരണം കൊണ്ടും പലർക്കും പല ധൃതിയും ഉണ്ടാകും. അതായത് അതിനകത്ത് ആ ഒരു വാചകത്തിനിടയിലൂടെയാണ് നമ്മൾ വായിക്കേണ്ടത്. പല കാര്യം കൊണ്ട് പലർക്കും പല ധൃതിയും ഉണ്ടാകും. പക്ഷേ നടപടിക്രമം തീരണം. എന്താണ് KC പക്ഷത്തുള്ളവർക്കാണ് അടികൊണ്ടത്. KC വേണുഗോപാലാണ് ഇയാളെക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം AD തോമസ് അക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ഇയാളൊരു ക്രിമിനലാണെന്ന് അജിത് കുമാർ. അപ്പം അതാണ് കാര്യം, അത്രയേ ഉള്ളൂ. ഈ കോൺഗ്രസിൽ കടുത്ത അതൃപ്തിയാണ്. ഇത് വലിയ വിഷയത്തിലേക്ക് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തു. MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ പോകുന്ന ആ ഒരു നിലപാട് കോൺഗ്രസിൽ നിന്നും മാത്രമല്ല, അതാണ് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. CPM-ലും ഉണ്ട്. CPM-ലും ഉണ്ട്. ഇയാൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. CPM-ലുണ്ട്, കോൺഗ്രസിലെ KSUലെ DYFI-യിൽ. അതായത് നാട്ടിലിറങ്ങി സമരം ചെയ്ത് അടിമയടിച്ച് പാവപ്പെട്ട പിള്ളേർ തലയടിച്ച് കയറി അവരെ ചോരയിൽ ചവിട്ടുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി കസേരയിൽ സതീശൻ വന്നിരിക്കുന്നത്. ഈ സതീശന് ഈ കുട്ടികളുടെ ചോരയ്ക്ക് വിലയില്ലെങ്കിൽ, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അതില്ലെങ്കിൽ, പിന്നെ ശങ്കരാടി സന്ദേശത്തിൽ പറഞ്ഞ പോലെ ഞങ്ങളത് പഠിപ്പിക്കും എന്ന് വോട്ടർമാർ തീരുമാനിച്ചാൽ, ഇവിടുത്തെ യുവജനങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഇറങ്ങി പോകാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വരാൻ പോകുന്നത് പിന്നീട് നിങ്ങൾക്ക് ഈ കസേരയൊന്നും സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല. കാരണം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യത്തിനനുസരിക്കും. പിണറായി വിജയനെ ജനം അതുപോലെ വെറുത്തിട്ടാണ് അയാൾ പുറത്തിറങ്ങിപ്പോയെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും.